നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആസ്ഥാന ഉമ്മനച്ചനെ ഒടുവിൽ സസ്പെൻഡ് ചെയ്തു. ഉമ്മനച്ചനെതിരെ നടപടിയെടുക്കണമെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ. ഉമ്മനച്ചൻ, അതായത് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ആയൂർ പള്ളി വികാരിയും ഭദ്രാസന കൗൺസിൽ അംഗവുമാണ് ഉമ്മനച്ചൻ എന്ന് വിളിക്കുന്ന ഫാദർ വർഗീസ് കോശി. അദ്ദേഹത്തിന്റെ കാമുകിയുമായി സംസാരിക്കുന്ന അശ്ലീല ഫോൺ സംഭാഷണം അത് പുറത്തു വന്നിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും സഭയ്ക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. അതനുസരിച്ചാണ് ഈ വൈദികനെ സസ്പെൻഡ് ചെയ്തത്. ആയൂർ പള്ളിയിൽ പെരുന്നാൾ ദിനങ്ങളാണ് വരുന്ന ദിവസങ്ങൾ. മാതാവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. വേലത്തരങ്ങൾ നടക്കില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുക. പെരുന്നാൾ മാത്രമല്ല, പള്ളിയിലെ എല്ലാ ചുമതലകളിൽ നിന്നുമാണ് ഉമ്മനച്ചനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. പുറത്തു വന്ന കാമുകിയുമായിട്ടുള്ള സംഭാഷണം 4 കുടുംബങ്ങളിലാണ്, 1-2മല്ല 4 കുടുംബങ്ങളിലാണ് അസ്വസ്ഥത വിതച്ചത്. കുടുംബങ്ങളിലുണ്ടായ അസ്വാരസ്യം ആര് പരിഹരിക്കും? ഉമ്മനച്ചൻ ഇപ്പോഴും ഹാപ്പിയാ. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അക്കച്ചിയും കണിയാനും കോമളനും കട്ടയ്ക്ക് കൂടെയുണ്ട്. ഇന്ന് ഭദ്രാസന പൊതുയോഗമായിരുന്നു. വിലക്കുള്ളത് കൊണ്ട് ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയായ ഉമ്മനച്ചന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പങ്കെടുക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നു അങ്ങ് മുകളിൽ നിന്ന്. ആ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരാതിരിക്കാൻ കണിയാനും കോമളനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അക്കച്ചി പങ്കെടുത്തതുമില്ല. അക്കച്ചി പങ്കെടുക്കാത്തതിൽ വേറെയും ചില കാരണങ്ങളുണ്ട്. പാളയം പള്ളിയിലെ കേസുകളെ കുറിച്ച് ആരെങ്കിലും ഉന്നയിച്ചാലോ എന്നൊരു ഭയം. ആ ഭയമാണ് അക്കച്ചിയെ മാറ്റി നിർത്തിയത്. അക്കച്ചി ആരാ മോൻ അല്ലേ? 1-2മല്ല 17 കേസുകളാണ് കാതോലിക്ക ബാവയ്ക്കെതിരെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിൽ പേര് വരാനാണ് ഈ കേസുകൾ കൊടുക്കുന്നതെന്നാണ്. അല്ലാതെ സ്വയബോധമുള്ള ആരും 17 കേസൊക്കെ കൊടുത്ത ആളാകാൻ നോക്കൂ. ഇതൊന്നും സ്വന്തം കുടുംബത്തിലെ കാര്യത്തിനല്ലല്ലോ. ഈ പെടാപാട് പെടുന്നതെല്ലാം പാളയം പള്ളിക്ക് വേണ്ടിയാ. അത് ഓർക്കണം. പള്ളിക്കാർ അക്കച്ചിയോട് നന്ദി കാണിക്കണം. പാവം ഒറ്റയ്ക്ക് പോരാടുന്നത് കാണുമ്പോൾ പെറ്റതള്ളയ്ക്ക് പോലും സഹിക്കില്ല. യഥാർത്ഥത്തിൽ കാതോലിക്ക ബാവയും സഭയും അക്കച്ചിയോട് കടപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഗ്രിഗോറിയൻ അവാർഡ് അക്കച്ചിക്ക് ശുപാർശ ചെയ്യണം. അത് കഴിഞ്ഞ് ഉമ്മനച്ചനും ബാക്കിയുണ്ടെങ്കിൽ കണിയാനും കോമളനും കൊടുത്താൽ തിരുവനന്തപുരം ഭദ്രാസനം ഹാപ്പി. ഏതായാലും ഉമ്മനച്ചനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനമെടുത്ത കാതോലിക്ക ബാവയ്ക്ക് നൽകാം കുതിരപ്പവൻ.